നിയമസഭാ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ വന്നു. കാട്ടാക്കടയുടെ ജനകീയ മുഖം IB സതീഷ് വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ മൂന്നാം പ്രാവശ്യം? പാർട്ടി തീരുമാനിച്ചു മൂന്നാം തവണയും മത്സരിക്കണമെന്ന്. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ആ നിയോഗം ഏറ്റെടുക്കുന്നു. ഇടതുപക്ഷത്തിന് കേരളത്തിൽ തുടർച്ചയുണ്ടാവും. അതിൻ്റെ ഭാഗമായി കാട്ടാക്കടയിലും തുടർച്ചയുണ്ടാവും. ഈ മറ്റൊരു മുഖം എന്തുകൊണ്ട് പാർട്ടിയുടെ അജണ്ടയിലേക്ക് വന്നില്ല? പാർട്ടി പൊതുവിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ MLA മാരും മത്സരിക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. അതിന് പാർട്ടിയുടെ മുന്നിൽ എന്തെങ്കിലും നിഗമനങ്ങളുണ്ടാവും. അതിനെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. പാർട്ടി തീരുമാനിച്ചു, ഞങ്ങൾ മത്സരിക്കുന്നു. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഒത്തിരി കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ തുടരുകയുമാണ്. അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള സ്പീച്ചുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുമുണ്ട്. ഈ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഒരു IFS കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ ചെന്നിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. എങ്ങനെയാണ് യുവജനതയെ കാണുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തന ഘട്ടം എന്ന് പറയുന്നത് ക്യാമ്പസ് കാലമാണ്. വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതം ജീവിക്കാൻ മനസ്സ് പാകപ്പെട്ടത് വിദ്യാർത്ഥി കാലത്തിലൂടെയാണ്. ഇപ്പോൾ വിദ്യാർത്ഥി കാലത്തിനൊരു വല്ലാത്ത സവിശേഷതയുണ്ട്. കൗമാരകാലമാണ്, സൗഹൃദങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ പുതിയ തലമുറയെ അഭിമുഖീകരിക്കുമ്പോൾ അന്ന് എനിക്കിഷ്ടമായിരുന്നത് എന്തൊക്കെയാണ്, മറ്റുള്ളവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് എന്നെ പ്രചോദിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, ഇത് മനസ്സിലേക്ക് വരും. അത് ഞാൻ ഇന്നത്തെ തലമുറയ്ക്ക് നൽകാൻ ശ്രമിക്കുന്നു. അതാണൊരു ഈ പുതിയ തലമുറയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായും ഞങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ ചിത്രം പോലും കണ്ടിട്ടില്ലാത്ത പ്രീ ഡിഗ്രി കാലം. അതെ. ഡിഗ്രി കാലത്ത് പോലും മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല. AI സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, കമ്പ്യൂട്ടറുകളുടെയും ലാപ്ടോപ്പുകളുടെയും കാലമല്ലാത്ത, ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ഇല്ലാത്ത അങ്ങനെ ഒരു കാലത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇന്നത്തെ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. പുതിയ അക്കാഡമിക് നിബന്ധനകൾ വന്നിരിക്കുന്നു. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം വന്നിരിക്കുന്നു. ഞങ്ങൾ പ്രീ ഡിഗ്രിക്കാരാണ്, ഇപ്പം +2 ആണ്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ മാറ്റങ്ങളുടെ കാലത്ത് കുട്ടികളുടെ മനസ്സെന്തായിരിക്കും? ഒരു ഗവേഷകൻ്റെ അല്ലെങ്കിൽ ഒരു അന്വേഷകൻ്റെ മനസ്സോടുകൂടി അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് ചിലത് നമുക്ക് തരാൻ കഴിയും. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോഴും പുതിയ തലമുറ, ഈ ജെൻസി തലമുറ എങ്ങനെ ചിന്തിക്കുന്നു, അവരെന്താണ് അവരുടെ അഭിപ്രായം എന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോഴും ഒരു വായിക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത, ഈ നമ്മൾ ശരി എന്ന് കരുതുന്ന ചിലതെല്ലാം അങ്ങനെയല്ല എന്നും, നമ്മൾ തെറ്റ് എന്ന് കരുതുന്ന ചിലതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം. അത് നമ്മൾ കൂടുതൽ ന്യൂ മീഡിയയിലൂടെയാണ് അത്തരം വാദങ്ങളെ കാണുന്നത്. അപ്പോൾ ധാർമ്മിക സദാചാര മൂല്യങ്ങളെയൊക്കെ സംബന്ധിച്ച ചില നമ്മുടെ തലമുറയുടെ മനസ്സിൽ പതിഞ്ഞ ചില ധാരണകളല്ല എന്ന് തോന്നിപ്പോകാറുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു നിഗമനത്തിലെത്താൻ ഞാനാളല്ല. പക്ഷെ എന്തായാലും അവരുമായി സംസാരിക്കുമ്പോൾ, പുതിയ തലമുറയെ സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് റിജുനേറ്റ് ചെയ്യപ്പെടുകയാണ്. പുതിയ കുറേ വിവരങ്ങൾ ഏത് ഒരു കൂട്ടായ്മയിൽ നിന്നും
എന്നിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. എന്തൊക്കെ കിട്ടുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ ചലനങ്ങളിൽ നിന്ന് പോലും നമുക്ക് ചിലത് പഠിക്കാൻ കഴിയും. ചിലത് പഠിക്കാൻ പറ്റും. ഒരു പോസിറ്റീവ്നെസ്.